നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അരൂർ MLA ദലീമ ജോജോയുടെ പഞ്ചായത്ത് തല വികസന യാത്ര തുടങ്ങി. അരൂർ മണ്ഡലത്തിലെ തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്കുകളുടെ കീഴിൽ വരുന്ന 10 പഞ്ചായത്തുകളിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ ചർച്ച ചെയ്ത് മുൻഗണനാക്രമത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള ശ്രമമാണ് വികസന യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർത്തകൾ വിശദമായി. അരൂർ MLA ദലീമ ജോജോയുടെ പഞ്ചായത്ത് തല വികസന യാത്ര തുടങ്ങി. അരൂർ മണ്ഡലത്തിലെ തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്കുകളുടെ കീഴിൽ വരുന്ന 10 പഞ്ചായത്തുകളിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ ചർച്ച ചെയ്ത് മുൻഗണനാക്രമത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള ശ്രമമാണ് വികസന യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MLA എന്ന പദവിയിൽ 1.5 വർഷം മാത്രം കാലാവധി ബാക്കി നിൽക്കുന്നതിനാലാണ് വികസന പദ്ധതികൾ ഊർജിതമായി നടപ്പിൽ വരുത്തുവാനും തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാനും ശ്രമം നടക്കുന്നത്. ഇപ്പോൾ നടന്നു വരുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുകയുമുണ്ടായി. പട്ടണക്കാട് ബ്ലോക്കിന്റെ കീഴിലുള്ളവയിൽ അരൂർ പഞ്ചായത്തിലാണ് ആദ്യത്തെ യോഗം ചേർന്നത്. ഇന്ന് ജൂലൈ 27 ശനിയാഴ്ച രാവിലെ അരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് MLAയോട് പറയാനുള്ളതും MLAക്ക് നമ്മളോട് പറയാനുള്ളതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നല്ലൊരു ചർച്ചയിലൂടെ ഇനിയുള്ള സമയത്ത് എങ്ങനെ നമ്മുടെ ഫണ്ടുകൾ, ഇപ്പോൾ MLAയുടെ ഫണ്ടുകൾ കിട്ടിയിരിക്കുന്ന അരൂരിൻ്റെ ചില പ്രദേശങ്ങളുണ്ട്. അപ്പോൾ കളിസ്ഥലം വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഷാദ് സ്വാഗതം ആശംസിച്ചു. പ്രദേശത്ത് സൗന്ദര്യാത്മകമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ടൂറിസത്തിന് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെങ്കിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ മലിനീകരണം അരൂർ ഗ്രാമപഞ്ചായത്ത് വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടുന്നൊരു പ്രദേശം. MLA ദലീമ ജോജോ വികസന ചർച്ച ഉദ്ഘാടനം ചെയ്തു. നിങ്ങളല്ലേ പലരൊക്കെ ചെന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് ഞാനെന്നുള്ള MLA തന്നെയാണ്. അതെല്ലാം ചോദ്യം ചെയ്തിട്ട് തന്നെയാണ് ആ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ, എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ആ വർക്കുകളുമായിട്ട് പോയതുകൊണ്ട് കുറേ വർക്കുകൾ അങ്ങനെ നടന്നില്ലെന്നല്ല, കുറേ വർക്കുകൾ നടത്തുവാനായിട്ട് സാധിച്ചു. ഉദ്യോഗസ്ഥരെ ഇപ്പം ജനപ്രതിനിധികൾ പറഞ്ഞാൽ കേൾക്കാത്തത് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് പഞ്ചായത്തിൻ്റെതാവട്ടെ, ബ്ലോക്കിൻ്റെതാവട്ടെ, ജില്ലയുടേതാവട്ടെ, MLAയുടേതാവട്ടെ എല്ലാ വർക്കുകളും നമുക്ക് പരമാവധി എടുപ്പിച്ചത് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകളെ നിർവഹണ ഉദ്യോഗസ്ഥരെ നടത്തണം. ജനങ്ങളുടേതാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വന്നതാണ്. പലരും നിർധനരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വന്ന് ഇവിടെ നിന്ന് കടന്നു പോകും. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. പോലും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓഡിറ്റ് പ്രശ്നം വരുമെന്നും പറഞ്ഞുകൊണ്ട് ആരും തന്നെ ആ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി MLAയോട് പറയുന്നത് ഈ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ മുഴുവൻ തോടുകളും ആഴം കൂട്ടിയാൽ ഒരു പരിധിവരെ ജനങ്ങളുടെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടാൻ കഴിയും. 3.6 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തിയാക്കും വിധം ക്രമീകരണങ്ങൾ നടത്തിയതായി MLA അറിയിച്ചു. അരൂരിൽ കളിസ്ഥല നിർമ്മാണം, ടൂറിസം വികസനം, ആശുപത്രി വികസനം, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്ററെ നിയമിക്കൽ, വഴിവിളക്ക് സ്ഥാപനം, മഴക്കാല വേലിയേറ്റ കെടുതികളുടെ പരിഹാരം, പഞ്ചായത്തിലെ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങിയവ ചർച്ച ചെയ്യപ്പെട്ടു. ആവശ്യമുള്ളവ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് യോഗം വിലയിരുത്തി. കൂടാതെ ഉയരപ്പാത നിർമ്മാണം മൂലമുള്ള ജനങ്ങളുടെ വിഷമതകൾക്ക് പരിഹാരം കാണാനും MLAയുടെ സഹകരണം വേണ്ടിവരും എന്ന് പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയകുമാരി, അരൂർ പഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി, കൃഷിഭവൻ, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ മേലധികാരികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.